വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. ഒരു ദിവസം രാവിലെ ഞാൻ താമസിക്കുന്ന മുറിയുടെ വാതിക്കൽ മോഹൻലാൽ നിൽക്കുകയാണ്. അദ്ദേഹം വളരെ ഗൗരവത്തിൽ എന്നോട് പറഞ്ഞു, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഈ പ്രാവശ്യത്തെ ബാംഗ്ലൂർ കലാവേദിയുടെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ശ്രീനിവാസനാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാം. ബാംഗ്ലൂർ കലാവേദി എന്ന് പറയുന്ന മലയാളികളുടെ അസോസിയേഷനെ പറ്റി ഞാൻ അതിനു മുമ്പ് തന്നെ കേട്ടിരുന്നു. അപ്പോൾ ഈ 6 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഏറ്റവും നല്ല നടൻ മോഹൻലാൽ തന്നെയായിരുന്നു. കാരണം ആദ്യം ഒരു ഏറ്റവും നല്ല നടൻ അവാർഡ് കൊടുത്തതിന് ശേഷം മോഹൻലാലും ഈ അസോസിയേഷൻ്റെ ആളുകളും തമ്മിൽ വളരെ ആത്മബന്ധം ഉണ്ടാവുകയും പിന്നെ മറ്റാർക്കും ഏറ്റവും നല്ല നടൻ എന്നുള്ള അവാർഡ് അവർക്ക് കൊടുക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോൾ അങ്ങനെ സ്ഥിരം ബെസ്റ്റ് ആക്ടർ മോഹൻലാലാണ്. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ അവാർഡുകളൊക്കെ നിശ്ചയിക്കുന്ന ആളും കൂടിയായി മാറി മോഹൻലാൽ. അങ്ങനെ മോഹൻലാൽ തന്നെ ഒരു ചേഞ്ചിന് വേണ്ടി ഒരു തവണ പറഞ്ഞു, ബെസ്റ്റ് ആക്ടർ ആർക്കെങ്കിലും മാറ്റി കൊടുക്കാം. അവരെല്ലാവരും കൂടി ഇത്തവണ ഏറ്റവും നല്ല നടനായിട്ട് മമ്മൂട്ടി കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മമ്മൂട്ടി വിവരങ്ങളൊക്കെ സ്ഥിരമായിട്ട് 5-6 കൊല്ലമായിട്ട് മോഹൻലാലിന് അവാർഡ് ബെസ്റ്റ് ആക്ടർ കൊടുക്കുന്നതൊക്കെ മമ്മൂട്ടിക്ക് അറിയാം. കലാവേദിയുടെ ഭാരവാഹികൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്ന് മമ്മൂട്ടിയെ കണ്ടു. ഞങ്ങളിങ്ങനെ മലയാളത്തിലെ നടന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കൊക്കെ സ്ഥിരമായി അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇത്തവണത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് താങ്കൾക്കാണ്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ 5-6 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഇത്തവണ നായകന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അല്ല, ഇത്തവണ താങ്കളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല, തിരഞ്ഞെടുപ്പങ്ങ് മാറ്റിയാൽ മതിയല്ലോ, മോഹൻലാലിന് കൊടുത്താൽ മതി. ആർക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി.